കാപ്പട്ടി തന്നതാണ്. ഇത്ര നേരം എന്നെ കുറ്റം പറഞ്ഞു നിന്നവൻ ഒളിച്ചും പാത്തും എന്തോ എടുത്ത് തേക്കുവാണ്. വല്ല മരക്കഷ്ണമായിരിക്കും. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാൽപ്പാറ വരെ പോയായിരുന്നു, ഒരു 1 ഡേ ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. ഞാൻ ഷിനാജ് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ വേറെ 2 ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അവരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടെന്ന് വിചാരിക്കുന്നു, കാരണം കഴിഞ്ഞ വീഡിയോയിലൂടെ അവർ സുപരിചിതരാണ്. എന്നാലും കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടാവില്ല, അവർക്ക് വേണ്ടി ഞാൻ പറയാം. ഇത് ഷിനാജിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ്ങിൽ അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവരെവിടെ പോയാലും വലിഞ്ഞേറി ഇടക്കിടക്ക് പോകുന്നൊരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയി. ഏകദേശം ഒരു 6:30 ആയപ്പോൾ നമ്മൾ മണ്ണാർക്കാട് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലക്കാട് എത്തിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിരാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സാധനങ്ങളൊക്കെ പിറക്കി ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോകുന്ന വഴിയിൽ നിന്നാണ് മേക്കപ്പ് ചെയ്ത് അങ്ങനെ പോയത്. എന്നിട്ടും കണ്ണൊന്നും എഴുതിയിട്ടില്ലായിരുന്നു, കാരണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം കണ്ണെഴുതുന്നത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് വണ്ടി നിർത്തിയിട്ടാണ് ഞാൻ കണ്ണെഴുതിയത്. പിന്നെ ഈ ഒരു ഡയറി മിൽക്ക് എൻ്റെ ബാഗിലുണ്ടായിരുന്നു. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരുന്നോട്ടെ എന്ന് ഓർത്ത്. പിന്നെ വേറെ ചിപ്സും എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. കാണിക്കത് കാപ്പട്ടി തന്നതാണ്, പ്രത്യേകം പറയാൻ പറഞ്ഞു. ഇത്ര നേരം എന്നെ കുറ്റം പറഞ്ഞു നിന്നവൻ ഒളിച്ചും പാത്തും എന്തോ എടുത്ത് തേക്കുവാണ്. എന്തോ കാണിക്കണോ അവിടെ? ചെറുതായിട്ട് ബൈക്ക് വരെ നിർത്തിക്കുന്നു. പിന്നെ അല്ല കുഴപ്പമൊന്നുമില്ല. 9ാമത്തെ വളം എടുത്താൽ മതി, അവിടെ കിട്ടുക. ബാക്കിയുള്ളതൊക്കെ കണക്കായിരിക്കും. 15 ഇറങ്ങിയ അടി കൂട്ടോ, ഇറങ്ങിയത് ഓർമ്മ ഉണ്ടാവും. വല്ല മരക്കഷ്ണമായിരിക്കും. അങ്ങനെ ഗൈസ്, നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ഞങ്ങൾ മുതലേനെ കണ്ട്, ഞങ്ങളല്ല ഷിനാജാണ് അത് കണ്ടുപിടിച്ചത്. വണ്ടി നല്ല ഫാസ്റ്റിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ കണ്ണിൽ എങ്ങനെയോ പെട്ടങ്ങനെ റിവേഴ്സ് അടിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു മുതല ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഗൈസ്, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതാണ് റിഷാദ്, ഇത് ഷിനാജ്. മറ്റവനവിടെ എന്തോ പണിയില്ല. ഈ വീഡിയോയിൽ നിങ്ങൾ 3/4 ഭാഗവും കാണാൻ പോകുന്നത് ഇതേപോലെ പ്രകൃതിയുടെ മനോഹാരിതയായിരിക്കും. കാരണം ഫുൾ അങ്ങനത്തെ റൂട്ടാണല്ലോ, നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ. എന്തായാലും മസ്റ്റായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ ആ ഹെയർപിന് കയറുമ്പോൾ ഒരുപാടൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെയാണ് ഒന്നുകൂടെ അടിപൊളി, കാരണം നമുക്കവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വണ്ടി ഇങ്ങനെ ഓടുമ്പോൾ എടുത്ത ക്ലിപ്പല്ലാണ്ട് വേറൊന്നും എൻ്റെ കയ്യിലില്ല, അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റൂട്ട് ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, വീഡിയോയിൽ കാണിച്ചാലാവോ ശരിക്കുള്ള ഭംഗി മനസ്സിലാവത്തില്ല, നേരിട്ട് തന്നെ കണ്ടനുഭവിക്കാം. ജസ്റ്റ് നമ്മൾ വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്, പക്ഷെ വെയിലാണ്. എന്തായാലും ഇറങ്ങി. ഒരു കുപ്പി വെള്ളം വാങ്ങണം. നല്ല താവുണ്ട്, കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർത്തെ, പക്ഷെ തണുത്ത വെള്ളം കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഈ ഒരു റൂട്ടിൽ കടകൾ ഭയങ്കര കുറവാണ് കേട്ടോ. നമ്മൾ കുറേ ദൂരം പോയി കഴിയുമ്പം ഇടക്കിടക്ക് ഇതുപോലെ കുഞ്ഞു കടകൾ കാണും. ഇതിൽ 3ാമൻ വണ്ടി കിടന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങുവാണ് കേട്ടോ, അതുകൊണ്ടാണ് ആളെ കാണാത്തത്. ഇവർ 2 പേരും കൂടെ പോയിട്ട് ഓംലേറ്റ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല, കാരണം മുട്ടയോട് എനിക്ക് പൊതുവേ അങ്ങനെ താല്പര്യമില്ല. പിന്നെ അതുമല്ല, കഴിച്ചു കഴിഞ്ഞാൽ കയ്യിലൊരു സ്മെല്ലായിരിക്കും, അതാലോചിച്ചപ്പോൾ ഞാൻ പിന്നെ കഴിച്ചില്ല. കുറച്ചധികം ഭംഗി കൂടുതലുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് അവിടെ വണ്ടി നിർത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ എനിക്കൊരു വണ്ടി നിർത്തി തരും കേട്ടോ, കാരണം വീഡിയോ എടുക്കേണ്ടതുകൊണ്ട്. അപ്പം ഞാൻ ഇറങ്ങി വീഡിയോ എടുക്കും, ഇവർ വണ്ടിയിലിരിക്കും. അങ്ങനെ പോയി നമ്മളിത് ഷോളയാർ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല വെയിലാണ്. ഷോളയാർ ഡാമിൻ്റെ അവിടെ എത്തി നമ്മൾ.
ഈ ഷോളയാർ ഡാം കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ മലക്കപ്പാറ വാഴച്ചാൽ ആ റൂട്ടാണ്. അപ്പോൾ കാട്ടിലൂടെ ആയിരിക്കും ഒരു 2.5 മണിക്കൂർ ഡ്രൈവ്. അതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടത്തില്ല കഴിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കടയിൽ കയറി ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്ര വലിയ മനസ്സോടെ അല്ല കയറിയത്, കാരണം ഫുഡ് എങ്ങനെ ഏതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. എന്തായാലും കഴിച്ചിട്ട് പോയത് ഞങ്ങളുടെ ഭാഗ്യം, കാരണം ഈ കാട്ടിൽ കൂടെ ആയതുകൊണ്ട് പച്ചവെള്ളം പോലും നമുക്ക് കിട്ടത്തില്ല. ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരാൾ ഞങ്ങളോട് പറഞ്ഞ് 4 മണിയാകാതെ ഓപ്പൺ ആക്കത്തില്ല, അപ്പോഴേ പോകാൻ പറ്റും. അപ്പോൾ 2 മണിയായി ഞങ്ങൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ 4 മണി വരെ പോസ്റ്റ് അടിച്ച് അവിടെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ലുഡോ ഒക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2:30 ആയപ്പോഴത്തേക്കും വണ്ടികൾ പോകാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്ന് ഒരു 1/2 മണിക്കൂറോളം അവിടെ നിൽക്കേണ്ടി വന്ന്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ പാസ് എടുക്കണം അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന്. അതിൽ അവരൊരു ടൈം പ്രിൻറ്റ് ചെയ്ത് തരും. ആ ടൈമിനുള്ളിൽ നമ്മൾ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങണം. അതായത് ഫോറസ്റ്റിൻ്റെ എൻഡിൽ വേറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എത്തണം. അതിൽ എഴുതിയേക്കുന്ന ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ എക്സ്ട്രാ നമ്മളെന്തോ ഫൈൻ അടക്കണം. അത് മെയിനായിട്ട് ഈ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് എവിടെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്ത് തരുന്നത്. കാരണം നമ്മൾ ആ ടൈമിനുള്ളിൽ എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുമല്ലോ. പക്ഷേ ഇടയ്ക്കൊക്കെ ഞങ്ങളൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ആളുകൾ ഇറങ്ങി നിൽക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. എന്തെങ്കിലും മൃഗത്തിനെ കണ്ടിട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ ഞങ്ങൾ എവിടെയും നിർത്തിയിട്ടില്ല. മിക്കപ്പോഴും ഞാൻ റീൽസിൽ കാണാറുണ്ട് ഈ മലക്കപ്പാറ റൂട്ടിൽ എപ്പോഴും ആന ഇറങ്ങുമെന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുള്ളതുകൊണ്ട് ഒരു കുരങ്ങൻ്റെ കുട്ടീനെ പോലും ഞങ്ങൾ കണ്ടില്ലെന്നുള്ളതാണ് സത്യം. എന്തിനെങ്കിലുമൊക്കെ കാണുമെന്ന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ കാരണം എന്തായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4:15 തോന്നുന്നു, എനിക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല. ആ ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി ചെക്ക് പോസ്റ്റിലെത്തി. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അടുത്തടുത്ത് കടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടൊരു കടയിൽ കയറി അവർ 3 പേരും ചായയാണ് കുടിച്ചത്. അങ്ങനെ ചായ കുടിക്കാത്തത് കൊണ്ട് ഞാൻ ഒരു നാരങ്ങ സോഡ കുടിച്ച്. അവരങ്ങനെ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കുറച്ച് സെൻറ്റർ ഫ്രഷും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചവച്ചിരിക്കാൻ. അതുകൊണ്ട് അത് 5-6 വാങ്ങിച്ച് കയ്യിൽ വെച്ച് അങ്ങനെ നമ്മൾ വാഴച്ചാലെത്തി. ഇത് അതിരപ്പള്ളിയാണെന്നുള്ളൊരു ഉദ്ദേശത്തിൽ കയറിയതാണ്. അപ്പം അതിരപ്പള്ളി അപ്പുറത്താന്ന് പറഞ്ഞ് കുറച്ചുകൂടെ അപ്പുറത്ത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ടൈം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിലോട്ട് കയറാനുള്ള പാസ് കിട്ടിയില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്ങാണ്ടാണ് ലാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. പുറത്ത് കുറേ കടകളുള്ളതുകൊണ്ട് അവിടെയൊക്കെ നടന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫവാസ് ഈ 2 കഥകളിയുടെ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു തൊപ്പി വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വെച്ചിട്ട് വലിയ മെനയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഊരി വെച്ച്. പിന്നെ ഈ ഒരു കണ്ണാടി വെച്ച് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് ഫവാസ് എടുത്ത് തന്നതാണ്. ഈ ഒരു ഭാഗത്തെത്തിയാൽ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. ആരായാലും ഇവിടെ എത്തി ഒരെണ്ണം പോലും വാങ്ങാതെ പോകത്തില്ല. അത്രയും ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിലേതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ കുറേ നേരം അവിടെ നിന്ന് അസ്വാക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങളിത് വാങ്ങിച്ച്. ഇതിന് പ്രൈസ് വന്നത് 150 ആണ് കേട്ടോ. പിന്നെ അല്ലുമോൾക്കൊരു മാലയും ഒരു പെന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ ഉപ്പിൽ ടൈറ്റിൽ എൻ്റെ പൊന്നു എത്ര ഗ്ലാസ് മാങ്ങ കഴിച്ചെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത്രക്കും ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാങ്ങ അരിഞ്ഞ് മുളകൊക്കെ തേച്ചത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മാങ്ങ കുറേ വാങ്ങിച്ച് തിന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഫവാസ് പേരക്കായും കുഞ്ഞുമണി പൈനാപ്പിളും ആണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ ഷിനാജുമാണ് കാര്യമായിട്ട് മാങ്ങ കഴിച്ചത്. എന്നാലും ഞാനാണ് കൂടുതൽ മാങ്ങ കഴിച്ചത്. പാസ് കിട്ടാത്തവർക്ക് ഇവിടെ വന്ന് നിന്ന് വിഷമം തീർക്കാം. കാരണം ഇവിടെ ഇന്നാലും നല്ല അടിപൊളിയായിട്ട് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുത്ത് കുറേ നടന്ന് അവിടെ പോകുന്നതിൽ നല്ലത് ഇവിടെ നിന്ന് കാണുന്നതാണ്. ഇപ്പോൾ പൈസയും ലാഭിക്കാൻ നമുക്ക് അടിപൊളി വ്യൂവും കാണാം. അപ്പോൾ പിന്നെ ഞാൻ മാങ്ങ വാങ്ങിച്ച് തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം നേരം അവിടെ നിന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഇതുപോലെ ഈ ഒരു പൂത്തിരി മുകളിൽ പോയി പൊട്ടുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊന്ന് നേരിട്ട് കാണണമെന്ന്. അതെന്തായാലും കാണാൻ പറ്റി. തൃശ്ശൂർ ആ ഭാഗത്ത് പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ. അപ്പം ഇങ്ങനെ നിർത്താതെ പല കളർ ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കണ്ട് സന്തോഷമായി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വെച്ച് പിടിച്ച്. അപ്പം ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ട് വേറൊരു പ്ലാൻ കയറി പാലക്കാട് ലുലുവിലൊന്ന് കയറാമെന്ന്. അത് ഭയങ്കര വലിയൊരു അബദ്ധമായെന്ന് ഞങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ലുലുവിൽ കയറി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കയറിയത്. പക്ഷേ അവിടെ 50% ഓഫർ നടക്കുന്ന ടൈമായിരുന്നു. എൻ്റെ പൊന്നോ, പാർക്കിങ്ങിലോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് ഒടുക്കത്തെ തിരക്കാണ് അവിടെ എന്നുള്ളത്. പിന്നെ എന്തായാലും കയറിയതല്ലേ, എന്തെങ്കിലും ആവട്ടെ കയറിയിട്ട് ഇറങ്ങാമെന്നുള്ളവരായതിൽ ഞങ്ങൾ അങ്ങനെ നടന്നു പോയി. ഓഫർ നടക്കുന്നത് ഹൈപ്പറിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ നടന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഉന്തി തള്ളി അങ്ങ് കൊണ്ടുപോയിക്കോളും. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ആ ഫുഡിൻ്റെ സെക്ഷനിൽ ചെന്ന് കണ്ണി കണ്ട എന്തൊക്കെയോ ഫുഡ് വാങ്ങിച്ച് ഞങ്ങൾ നേരെ മുകളിലേക്ക് വന്ന്. മുകളിൽ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ നല്ല വിശന്നിട്ടായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. ആ തിക്കും തിരക്കിലും ഇടി കൊണ്ടതോടെ വിശപ്പങ്ങ് പോയി. എന്തായാലും ഞങ്ങൾ ലുലുവിൽ കുറേ നേരവും നിന്നില്ല, ഫുഡ് കഴിച്ച് അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നേരെ വീട്ടിലേക്കാണ് വെച്ച് പിടിക്കുന്നത്. ഞങ്ങൾ മണ്ണാർക്കാട് എത്തിയപ്പോൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ.
ലുലുവിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയായിരുന്നു. മണ്ണാർക്കാട് എത്തിയപ്പോഴാണ് എഴുന്നേറ്റത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വാൽപ്പാറ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ വാൽപ്പാറ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും മസ്റ്റായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ടോട്ടലി നല്ല അടിച്ചു പൊളിച്ചാണ് പോയി വന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.